ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ പറ്റിയാണ്. പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റാറിനെ പറ്റി, വളരെ പെട്ടെന്ന് തന്നെ പാൻ ഇന്ത്യനായ ഒരു സ്റ്റാറിനെ പറ്റി, മറ്റാരുമല്ല നമ്മുടെ സിദ്ദിഖയെ പറ്റി. ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലെ ചാനലുകളിലും നമ്മുടെ ഇക്കയെ പറ്റി വാർത്തയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിലിം ഫെയർ അവാർഡ് കിട്ടിയതിൻ്റെ ഒന്നും അല്ല പുള്ളിയെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പുള്ളി ഒരു നാഷണൽ നോട്ടോറിയസ് ആയി എന്നുള്ള സന്തോഷ വാർത്തയുടെ പുറത്താണ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യ മൊത്തം പുള്ളിയെ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. Malayalam actor Siddiq made a visit to a sub-jail in Ernakulam district, bypassing the formalities without filing an application. Using a recommendation from the then DGP prisons, he entered. మలయాళ నటుడు సిద్దికీకి కేరళ హైకోర్టులో చుక్కెదురైంది. లైంగిక వేధింపుల కేసులో సిద్దికీ దాఖలు చేసిన ముందస్తు బెయిల్ పిటిషన్ ను హైకోర్టు తిరస్కరించింది. பொதுச் செயலாளரும் நடிகருமான சித்திக் மீதும் பரபரப்பு புகார் கிளம்பியது. மாடலும் இளம் ഇപ്പം എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ആക്ച്വലി നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മോളിവുഡ് ഇൻഡസ്ട്രി മറ്റു ഉള്ള ഭാഷകളെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ച് ആർട്ട് പരമായിട്ടും അല്ലെങ്കിൽ കഥാപരമായിട്ടും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടൊക്കെ തോന്നുന്ന ഫിലിംസ് നമ്മുടെ ഇവിടുന്ന് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ പലതും എടുത്തുകൊണ്ട് പോയിട്ടാണ് മറ്റു പല ഇൻഡസ്ട്രിയും റീമേക്ക് ചെയ്തിട്ട് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ പല ഹിറ്റുകളും ആയിട്ടുണ്ട് അവിടെ. അപ്പം മലയാളം ഇൻഡസ്ട്രി, മോളിവുഡ് ഇൻഡസ്ട്രിയെ പറ്റി നല്ലൊരു പേര് ആക്ച്വലി പുറത്തുണ്ട്. പക്ഷെ അത് ഇപ്പം എന്തോ നമുക്കറിയത്തില്ല എന്തവസ്ഥയായെന്ന്. Is Kerala's High Court, which has in fact gone ahead and dismissed the anticipatory bail application filed by actor Siddiq. ഈ NDTVയിലെ ന്യൂസ് കാണുമ്പോൾ എനിക്കൊരു പഴയ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ മലയാളം പടത്തിൽ തന്നെ ഉള്ളൊരു ഡയലോഗാണ്. എനിക്ക് ഇവിടെ മാത്രമല്ലടാ, അങ്ങ് ഡൽഹിയിലും ഉണ്ടടാ ആ പിടി എന്ന് പറയുന്നൊരു ഡയലോഗ്. അതിനെ അർത്ഥവത്താക്കിയിട്ടാണ് നമ്മുടെ ഇക്ക പെരുമാറിയത്. ഗൈസ്,